വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ SB. മക്കളെ ഇതാ വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടിരിക്കുകയായിരിക്കല്ലേ നിങ്ങൾ എല്ലാവരും. അപ്പൊ എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ? നന്നായിട്ട് നൈസായിട്ടൊക്കെ പോകുന്നുണ്ടോ? എന്തൊക്കെയാണ്? ചിലർ ട്രിപ്പ് പോയിട്ടുണ്ടായിരിക്കും, ചിലർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വെറുതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും, ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഈ 2 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട, ആരും പറയില്ല, അമ്മ പറയില്ല പഠിക്കാന്ന് ആരും പറയില്ല അല്ലേ. അപ്പൊ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സാധനം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വെക്കേഷന് പഠിക്കാന്ന് പറയുന്ന സമയത്ത് വെറും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കാര്യമല്ല കേട്ടോ മിസ് പറയുന്നത്. എക്സ്ട്രാ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കുഞ്ഞൊരു സാധനത്തെ പറ്റി, ഒരു ഒബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഒരു പഠനമാണ്. നിങ്ങൾ പുതിയൊരു സിനിമ കണ്ടിട്ട് അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊരു പഠനമാണ്. അപ്പൊ അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വെക്കേഷൻ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടി പറ്റും. സോ അതിന്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. സോ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു കുഞ്ഞായിട്ടുള്ള കാര്യം കൂടെ മിസ്സിന് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, 6ാം ക്ലാസ്സിന് മുത്തുമണികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ് നമ്മുടെ ഏത് ബാച്ച്? വജ്ര ബാച്ച് അല്ലേ. വജ്ര ബാച്ചിന്റെ മുത്തുമണികൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാച്ചിൽ നിങ്ങൾക്കറിയാം ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ആൻഡ് അതുപോലെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് അവിടെ ലഭിക്കും. ഏറ്റവും അടിപൊളി പരിപാടി ഇതാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും മോഡൽ എക്സാം ക്വസ്റ്റ്യൻസും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ വെറുതെ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കത് എങ്ങനെയാണ്, സെറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം, ആൻസർ ചെയ്യണം. അതൊക്കെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചാപ്റ്റർ വൈസ് ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, എന്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീ ഡിസ്കഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പുതിയൊരു സംഭവം വന്നിട്ടുള്ളത് ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി ആണ്. ആപ്പിനകത്ത് തന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ഡൗട്ടോ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നോട്ട്സ് കിട്ടണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് വന്നാൽ മതി. അപ്പൊ ഇത്രയും അടിപൊളി പരിപാടികൾക്ക് ആകെ വരുന്നത് 2750 റുപ്പീസ് മാത്രമാണ്. ഒരു വർഷത്തിനാണ് കേട്ടോ, 1-2 ദിവസത്തിനൊന്നും അല്ല, ഒരു വർഷത്തിന് വരുന്നത് 2750. അപ്പൊ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്പർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ മാറിയതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വർഷം. കാരണം റെഫർ ചെയ്യാൻ ഒരു സാറില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ട്യൂഷൻ കൂടെ കിട്ടുമ്പോൾ, നമുക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. റെഡി? അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് വരാം. നമുക്ക് എല്ലാ സമയത്തുമാണ് പഠിക്കാമെന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാതിരിക്കുന്ന സമയത്ത് സ്ട്രെസ് അല്ലേ, അയ്യോ അമ്മേ വയ്യേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. പഠിച്ചാലോ പകുതി മറന്നും പോകും അല്ലേ. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അതാണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ എണീറ്റ് പഠിക്കാൻ നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട പഠിക്കാൻ പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആവണമെന്നില്ല, ബുക്കാവാം, നിങ്ങളുടെ ഫേവറേറ്റ് ബുക്കായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ അത് ആദ്യം വായിക്കാം. ഫേവറേറ്റ് സബ്ജക്റ്റ് ഓർ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സുകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ കുറച്ചൊക്കെ സെറ്റായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ കുറച്ചൊരു എനർജി കിട്ടും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ പഠിച്ചത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത്, നമ്മൾ എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യം നാളെ മറക്കും. മറ്റന്നാണെങ്കിൽ അതിന്റെ 50% മറക്കും. ഇന്ന് അതിന്റെ പിറ്റടിയാണെങ്കിലോ കംപ്ലീറ്റ് നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എല്ലാ മക്കളും പറയുന്നതാണ്, മിസ്സേ ഞാൻ മറന്നുപോയി, മിസ്സേ പഠിച്ചെല്ലാം മറന്നു, എനിക്ക് ഒന്നും ഓർമ്മയില്ല പരീക്ഷയ്ക്ക് എന്ന് പറയല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങള് നമ്മളിപ്പോ ഒരു ബുക്കാണ് നിങ്ങൾ വായിച്ചെന്നുണ്ടെങ്കിൽ ആ ബുക്കിൽ ആരൊക്കെയാ ക്യാരക്ടേഴ്സ്, എന്തൊക്കെയായിരുന്നു ഇൻസിഡന്റ് എന്നുള്ളത് ഓർത്ത് വെക്കാൻ വേണ്ടി റിവൈൻഡ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ആയിരുന്നല്ലോ, ഇതൊക്കെ ആണല്ലോ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ മെമ്മറിക്ക് നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ പണി കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ തലച്ചോറ് അടിപൊളിയായിട്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർത്ത് വെക്കാൻ പറ്റിയ മെമ്മറി ടിപ്പ് കിട്ടുള്ളൂ. മെമ്മറി ടിപ്പല്ല, മെമ്മറി കിട്ടുള്ളൂ. റെഡി? അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് വായിച്ചതൊക്കെ ഓർത്ത് വെക്കാം. അടുത്തത് നിങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കാം അല്ലേ. ഫുൾ ടൈം ഇരുന്ന് വായിക്കണമെന്നോ പഠിക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് വായിച്ചിട്ട് ബാക്കി സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം, ഫുട്ബോൾ, ക്രിക്കറ്റ്, ചെസ്, അങ്ങനെ എന്ത് വേണേലും കളിക്കാം. പിന്നെ ഹോബീസ്, പാടുന്നവരുണ്ടായിരിക്കും, ഡാൻസ് കളിക്കുന്നവരുണ്ടായിരിക്കും. അവരവരുടെ പണിക്ക് എന്ത് ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയാണ് സ്ലീപ്പിംഗ് അല്ലേ, ഉറക്കം എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ട് ഒരു പരിപാടി നമുക്ക് ആർക്കും ഇല്ല. സോ സ്ലീപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുക, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുക്കുക. ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എന്നിട്ടൊരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ
ഏകദേശം ഒരു കുറച്ചേരൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിരുന്ന് വായിക്കാം. ഈവനിങ് ടൈമും രാവിലത്തെ മോർണിംഗ് ടൈമും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്. പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മെമ്മറിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ സമയത്തൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ടഫായ സബ്ജക്റ്റ് അല്ലേ മിസ്സേ, ഇത് പറഞ്ഞ് എന്തായാലും മിസ്സ് പറഞ്ഞിട്ട് വായിച്ചാലും ഞാൻ അത് മറന്നു പോകുന്നു വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിപ്പും കൂടെ മിസ്സ് പറഞ്ഞുതരാം. ഏറ്റവും അടിപൊളി ടിപ്പ് എന്താണെന്നറിയോ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം ചെയ്യാം. ഞാൻ ചെയ്ത കലാപരിപാടികളാണ് മ്യൂസിക് എന്ന് വെച്ചാൽ പാട്ട് രൂപത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഓർക്കാൻ പറ്റും. അടുത്തത് ഇതും മിസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. കളർ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ഷോർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചുമൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും. അപ്പൊ രാവിലെ ബെഡിൽ നിന്നൊക്കെ എണീറ്റ് നോക്കുമ്പോൾ ഈ ചുമര് കാണുമ്പോൾ അതൊക്കെ ഉണ്ട്. ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മാത്സിൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നോക്കി 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 വരുമ്പോൾ നിങ്ങൾ അത് മറന്നു പോവുക ചെയ്യില്ല. പിന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആയിക്കോട്ടെ, ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, എടാ ഇന്ന് ഞാനൊരു ബുക്ക് വായിച്ചടാ, അല്ലെങ്കിൽ ഇന്ന് ഞാനിത് പഠിച്ചടാ, നമുക്കത് നോക്കാം, നീ അത് പഠിച്ചോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പരസ്പരം സംസാരിക്കുക. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അറിവും കൂടും, കേൾക്കുന്ന ആൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ കോൺവെർസേഷൻ വൈസും കുറച്ച് ഇമ്പ്രൂവ് ചെയ്താൽ അടിപൊളിയായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോവാണ്ടേ അങ്ങനെ അവിടെ ഇരുന്നോളും. റെഡി? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. പിന്നെ ചെയ്യേണ്ട പരിപാടി, വെക്കേഷൻ സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് എക്സ്ട്രാ റീഡിങ്. പലർക്കും ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള മക്കളുണ്ടായിരിക്കും അല്ലേ, അത് ഏതും വായിക്കാം. നോവലോ പോയംസോ കുട്ടി സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഏത് ലാംഗ്വേജും ആവാം, ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളോ ഏതോ ആയിക്കോട്ടെ, അതും എൻ്റെ മക്കൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. മൈൻഡിൽ കുറച്ചും കൂടി സാഹിത്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ഭാഷയിൽ മാറ്റങ്ങൾ വരും. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്താൽ അടിപൊളിയായിട്ട് ഇപ്പൊ പുതിയ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. അപ്പൊ ഈ സാധനത്തിന്റെ ഒരു പുതിയൊരു വേർഡ് നമ്മൾ ഒരു ദിവസം പഠിച്ചു, അങ്ങനെ വൊക്കാബുലറി കൂട്ടിയാൽ ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനും വായിക്കാനൊക്കെ പറ്റും. സോ എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി ആൻഡ് അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് മിസ്സിന് പറയാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടിക്കാരിയാണ് മിസ് പറഞ്ഞതെന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു പരിപാടി എന്താ വെച്ചാൽ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കോ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്സ് ആവാം, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ക്ലാസ് ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. മിസ് നോക്കട്ടെ എല്ലാവരും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ് എന്തൊക്കെയാണെന്നൊക്കെ മിസ് നോക്കട്ടെ. അപ്പൊ അത് മറക്കാണ്ട് ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ഡിയേഴ്സ്, ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. നമ്മുടെ വജ്ര ബാച്ചിൽ എൻ്റെ മക്കൾ എല്ലാവരും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചോടാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് കുഞ്ഞായിട്ടുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരേക്കും ബൈ, സീ യു ഡിയേഴ്സ്.